നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലാ ആസൂത്രണ സമിതി തെരഞ്ഞെടുപ്പിൽ UDFിലെ 4 കൗൺസിലർമാർ വിട്ടുനിന്നത് വിവാദമാവുന്നു. ലീഗ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടാത്തതിൽ അതൃപ്തി പുകയുന്നു. വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. മുണ്ടൂർ തൂതാപാതയിൽ തിരുവാഴിയോട് വാഹനാപകടം. കണ്ടെയ്നർ ആളുകൾക്കിടയിലേക്ക് പാഞ്ഞുകയറി മറിഞ്ഞ് 2 സ്ത്രീകൾക്കും 2 കുട്ടികൾക്കും പരിക്ക്. ഒറ്റപ്പാലത്ത് സീബ്ര ലൈനിലൂടെ നടന്നു പോകുകയായിരുന്ന 3 വിദ്യാർത്ഥികളെ ഇടിച്ച് ബൈക്ക് നിർത്താതെ പോയി. ഡോക്ടർമാരില്ല. പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രം പൂട്ടിയിട്ട് CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ആശുപത്രിയിൽ ദിവസങ്ങളായി ഡോക്ടർമാർ ഇല്ലാത്ത അവസ്ഥയെന്ന് നേതാക്കൾ. അനധികൃത കച്ചവടമെന്ന് തെറ്റിദ്ധരിച്ച് ഒറ്റപ്പാലത്ത് കുടുംബശ്രീയുടെ പൂവിൽപ്പന ഷെഡ് പൊളിച്ചത് വിവാദമായി. നഗരസഭ ആരോഗ്യ വിഭാഗമാണ് ഷെഡ് പൊളിച്ചത്. പ്രതിഷേധം ഉയർന്നതോടെ താൽക്കാലിക സൗകര്യമൊരുക്കി നഗരസഭ. പെരിന്തൽമണ്ണയിൽ കഞ്ചാവ് വേട്ട. 1.5 കിലോയോളം കഞ്ചാവുമായി ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ദുബായ് പടിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലാ ആസൂത്രണ സമിതി തിരഞ്ഞെടുപ്പിൽ UDFിലെ ചില കൗൺസിലർമാർ വിട്ടുനിന്നതിൽ വിവാദം അവസാനിക്കുന്നില്ല. 99 അംഗങ്ങളുള്ള UDFിൽ നിന്ന് 95 പേരാണ് പങ്കെടുത്തത്. പങ്കെടുത്ത മുഴുവൻ പേരുടെ വോട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതുമില്ല. നിർണായക തിരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ജില്ലാ ആസൂത്രണ സമിതി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതിനിധി ഷൊർണൂർ നഗരസഭയിലെ VK ശ്രീകൃഷ്ണനായിരുന്നു UDF സ്ഥാനാർത്ഥി. ഫലം വന്നപ്പോൾ ഒരു വോട്ടിന് VK ശ്രീകൃഷ്ണൻ പരാജയപ്പെട്ടു. 95 അംഗങ്ങളുള്ള LDFിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഒറ്റപ്പാലം നഗരസഭാ ഉപാധ്യക്ഷൻ K രാജേഷ് 93 വോട്ട് നേടി വിജയിക്കുകയും ചെയ്തു. വനിതാ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് നടത്തിയ വോട്ടെടുപ്പിൽ മുസ്ലിം ലീഗ് പ്രതിനിധി പാലക്കാട് നഗരസഭയിലെ റിസ്വാനയ്ക്ക് 95 വോട്ടും ലഭിച്ചു. ഇതേ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും ലഭിക്കേണ്ടിയിരുന്നതാണ്. എന്നാൽ അതുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് 4 UDF കൗൺസിലർമാർ വോട്ടെടുപ്പിന് എത്താതിരുന്നതും ചർച്ചയാകുന്നത്. കോൺഗ്രസിലെ ഒരാളും മുസ്ലിം ലീഗിലെ 3 പേരുമാണ് പങ്കെടുക്കാതിരുന്നത്. മണ്ണാർക്കാട് നഗരസഭാ ഉപാധ്യക്ഷൻ കോൺഗ്രസിലെ K ബാലകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ മുസ്ലിം ലീഗിലെ C മുഹമ്മദ് ബഷീർ, ചെർപ്പശ്ശേരി നഗരസഭയിലെ ലീഗ് അംഗങ്ങളായ VP സുഹറാബി, ഹാരിസ് എന്നിവരാണ് പങ്കെടുക്കാതിരുന്നത്. നിർണായക തെരഞ്ഞെടുപ്പ് നടക്കുന്ന യോഗത്തിൽ കൗൺസിലർമാർ പങ്കെടുക്കാതിരുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. വിട്ടുനിന്നവരിൽ ലീഗ് കൗൺസിലർമാരാണ് കൂടുതലെങ്കിലും നഷ്ടം കോൺഗ്രസിനാണുണ്ടായത്. ഇക്കാര്യം UDF ചർച്ച ചെയ്യണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം. ആരോഗ്യ കാരണങ്ങളാലാണ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് പങ്കെടുക്കാതിരുന്ന കൗൺസിലർമാരുടെ വിശദീകരണം. മുണ്ടൂർ തൂതാപാതയിൽ തിരുവാഴിയോട് വാഹനാപകടം. കണ്ടെയ്നർ ആളുകൾക്കിടയിലേക്ക് പാഞ്ഞുകയറി മറിഞ്ഞു. 2 സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിക്ക്. മന്നത്ത് ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ രാവിലെ 8:45 അപകടം ഉണ്ടായത്. തിരുവാഴിയോട് മന്നത്ത് ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ ഇന്ന് രാവിലെ 8:45 അപകടമുണ്ടായത്. ചെർപ്പശ്ശേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന കണ്ടെയ്നർ ലോറി മന്നത്ത് ഗണപതി ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിലെ വളവ് തിരിയുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട റോഡരികിലേക്ക് മറിയുകയായിരുന്നു. റോഡരികിൽ നിന്നിരുന്ന 2 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടയിലേക്കാണ് ലോറി മറിഞ്ഞത്. തിരുവാഴിയോട് ചിലമാണത്ത് വീട്ടിൽ 30 വയസ്സുള്ള ശരണ്യ, മകൾ 10 വയസ്സുള്ള അക്ഷിത, പേരാണത്ത് വീട്ടിൽ 74 വയസ്സുള്ള കുഞ്ഞുലക്ഷ്മി, ഇവരുടെ പേരമകൾ 10 വയസ്സുള്ള കീർത്തന എന്നിവർക്കാണ് പരിക്കേറ്റത്. ശരണ്യയുടെയും കുഞ്ഞുലക്ഷ്മിയുടെയും പരിക്ക് സാരമുള്ളതാണ്. ഇവരെ മാങ്ങോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റാൻ കാത്തുനിൽക്കുകയായിരുന്നു ഇവർ. ഈ സമയത്താണ് അപകടമുണ്ടായത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വാഹനം മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു. റോഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണ് പാലത്തിൻ്റെ ഉദ്ഘാടനം. റോഡിൻ്റെ ഭാഗമാണല്ലോ പാലം. ഈ റോഡ് പണിയുടെ മേനി പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ച ആളുകളുണ്ട്. ഞാൻ അതിനകത്ത് പൊളിറ്റിക്സ് പറയണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല, ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ പറയേണ്ടി വരിക. കാരണം എന്തറിയോ, ഒരു 4 ദിവസം മുമ്പ് ഒരു നിയമസഭാ സാമാജികൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അദ്ദേഹം പറയുകയാണ്, ഈ റോഡ് പണിയുടെ അപാകതയോ ഉത്തരവാദിത്വമോ നിങ്ങൾ സർക്കാരിനോട് പറയണ്ടേ എന്നാണ് അദ്ദേഹം പറയുന്നത്. 10 വർഷം അധികാരത്തിലിരുന്ന അദ്ദേഹം 5 വർഷം ഇവിടെ MLA ആയിരുന്ന ആളുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. 3 മാസം പ്രായമായ ഗവൺമെൻറ്റാണ് ഇവർ ഉദ്ഘാടനം ചെയ്ത റോഡിന് മറുപടി പറയേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ എത്ര മ്ലേച്ഛമായ ഒരു മറുപടിയാണത്. ഇവിടെ ഒരു ബസ്സിന് സ്പീഡ് കൂടിയാൽ സമരത്തിന് ആഹ്വാനം ചെയ്യുന്ന സംഘടനകളുണ്ടല്ലോ, അവരൊന്നും ഈ റോഡ് പണിയുടെ അപാകതയെ സംബന്ധിച്ച് എന്ന് ഇതുവരെ ഉരിയാടിയിട്ടുണ്ടോ? ഇവരുടെ ഒത്താശയോടുകൂടിയാണ്
ഈ റോഡ് പണി ഇത്രയും മോശമായി ഇവിടെ പ്രവൃത്തി പൂർത്തീകരിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നടക്കം നടന്നിട്ടുള്ള ഈ അപകടം. എത്ര അപകടമാണ് നടക്കുന്നത്, എത്ര ജീവനാണ് ഈ റോഡിൽ പൊലിയുന്നത്. അധികൃതർക്ക് മൗനമാണ്. ഇത് എത്ര കാലം സഹിക്കണം? ഇനിയും ഈ റോഡിൽ മനുഷ്യക്കുരുതി ഒരു തുടർക്കഥയാവും. അടിയന്തരമായി ബന്ധപ്പെട്ടവർ അതിന് ഇടപെടണം എന്നാണ് ഈ നാടിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒറ്റപ്പാലത്ത് സീബ്ര ലൈനിലൂടെ റോഡ് കുറുകെ കടന്നിരുന്ന 3 വിദ്യാർത്ഥികളെ ഇടിച്ച ബൈക്ക് നിർത്താതെ പോയി. ഈസ്റ്റ് ഒറ്റപ്പാലത്തെ സീബ്ര ലൈനിൽ ഉച്ചയ്ക്ക് 1:00-ഓടെയാണ് അപകടം. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ MK അനശ്വര, KM അനഘ, KM സനിക എന്നിവരെ പരിക്കുകളോടെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. മൂവരെയും വിശദമായ പരിശോധനകൾക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് ഭാഗത്തു നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്കാണ് വിദ്യാർത്ഥികളെ ഇടിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് ഒറ്റപ്പാലം ടൗണിലെ സീബ്ര ലൈനിൽ കാറിടിച്ച് കോളേജ് വിദ്യാർത്ഥിക്കും പരിക്കേറ്റിരുന്നു. ഡോക്ടർമാരില്ല. പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രം പൂട്ടിയിട്ട CPM ഉപരോധം. ഏരിയ സെക്രട്ടറി K ജയദേവന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് പാർട്ടി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് രോഗികൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിലാണ് ആശുപത്രി പൂട്ടിയിട്ട് ഉപരോധിച്ചത്. ഉച്ചയ്ക്ക് 12:15-ഓടെയാണ് CPM ഏരിയ സെക്രട്ടറി K ജയദേവന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെടുകയും രോഗികൾ വലയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. DMO ഉൾപ്പെടെയുള്ള ഉന്നത ആരോഗ്യവകുപ്പ് അധികാരികൾ ഉടൻ ഇടപെടണമെന്നും വിഷയത്തിൽ നേരിട്ടെത്തി ചർച്ച നടത്തിയ ശേഷം മാത്രമേ ഉപരോധ സമരം അവസാനിപ്പിക്കൂ എന്നും CPM നേതൃത്വം വ്യക്തമാക്കി. പൂക്കോട്ടാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥിരമായിട്ട് ഡോക്ടർമാരില്ല. നേരത്തെ 2 ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആളുകൾക്ക് നല്ല ഉപകാരപ്രദമായിരുന്നു. ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ഇവിടെ ഡോക്ടർമാരില്ല. ഇന്ന് രാവിലെ ഞങ്ങളിവിടെ യാദൃശ്ചികമായി വന്ന സമയത്ത് ഡോക്ടറില്ല, OP ഇല്ല. ഇവിടെ കുറച്ച് ആളുകൾ ജീവനക്കാരുണ്ട്. അവർ വാട്സാപ്പിൽ ഇങ്ങനെ ആളുകൾക്ക് മെസ്സേജ് വിടും പോലും ഇന്ന് ഡോക്ടറില്ല, അപ്പോൾ ആളുകൾ വരില്ല. സർക്കാർ ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു സേവനം ഇപ്പോൾ അതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിവിടെ ഉപരോധിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതിനൊരു തീരുമാനമായിട്ട് DMO ഒക്കെ വന്ന ഒരു തീരുമാനമായി ഡോക്ടർ സ്ഥിരമായി ഇവിടെ ഉണ്ടാവുന്ന ഒരു നടപടി സർക്കാർ ഉണ്ടാക്കിയാൽ മാത്രമേ ഞങ്ങളിപ്പോൾ പിരിയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ഹോസ്പിറ്റൽ കെട്ടിടമൊക്കെ ഒന്ന് നോക്കി നോക്കൂ. പൂക്കോട്ടുകാവ് പോലെയുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടമുണ്ട്. മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല ലാബ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സർക്കാരൊക്കെ എന്തിനാണ് ഭരിക്കുന്നത്? അവരൊന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയിക്കോട്ടെ. വാട്സാപ്പിൽ ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കാൻ ഈ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇന്നിപ്പോൾ ഇവിടെ 5-6 ഉദ്യോഗസ്ഥരുണ്ടാവും. അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ? എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? വാട്സാപ്പിൽ ഈ വിവരം അറിയിക്കാനോ? അതാണിപ്പോൾ വലിയ സർവീസായിട്ട് പറയുന്നത്. ഞങ്ങളെല്ലാവരെയും വിവരം അറിയിക്കുന്നുണ്ട് എന്നാണ്. ഏതായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം. ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്. അവർ സ്വകാര്യ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഈ ഗവൺമെൻറ് കേരളത്തിലെ പൊതുജനാരോഗ്യത്തെ ആകെ തകർക്കാനുള്ള നിഗൂഢമായിട്ടുള്ളൊരു പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. നമ്മൾ എന്തിനാണ് അത് അംഗീകരിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമായിട്ട് ഇവിടുന്ന് എഴുന്നേക്കാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N രാജേഷ്, വൈസ് പ്രസിഡന്റ് P കൃഷ്ണകുമാരി എന്നിവർ സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയിൽ DMOയുമായി ഫോണിൽ ബന്ധപ്പെടുകയും ഡോക്ടറുടെ സേവനം ഉടൻ ലഭ്യമാക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്നുമാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ഇങ്ങനൊരു ഹോസ്പിറ്റലിൽ ഇവിടെ ഇതായിട്ട് ഒരു ആളുനാഥനും വേണ്ട ഇതിനൊക്കെ ചോദിക്കാൻ ആരെങ്കിലും വേണ്ട ഈ നാട്ടില്? യൂണിവേഴ്സം കാണിക്കാണ്. ഇപ്പൊ അതിൻ്റെ എന്താ പറയുക, ഫോക്കസ് മാറി. ഹോസ്പിറ്റലിൽ നിന്നുള്ള സർവീസ് എന്താ? ഡോക്ടറുടെ പരിചരണല്ലേ? ഇപ്പം അത് മാറിയിട്ട് ഇപ്പോൾ അവിടുത്തെ സർവീസ് എന്താണെന്ന് അറിയാം? വാട്സപ്പിൽ ഞങ്ങൾ വിവരം തന്നിട്ട് നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്നില്ലല്ലോ, ഇങ്ങോട്ട് വരുത്തുന്നില്ലല്ലോ. എത്ര വേഗം ഒരു നാട്ടിൽ ഫോക്കസ് മാറി. അതിനെന്തിനാ ഇവിടെ 5-6 ആള്? ഇന്നിപ്പോൾ ഇവരുടെ പണി എന്താ? ഇവിടെ 5-6 ആളുടെ പണി എന്താ? ഇതിന് നമ്മുടെ പൊതു പണം ചെലവാക്കുകയാണ്. അത് പറ്റില്ല. അല്ലാതെ ഡോക്ടറോട് എല്ലാ പ്രശ്നം അവർ പറഞ്ഞില്ല. അവർക്ക് ലീവ് എടുക്കണമെങ്കിൽ അവർക്ക് ലീവ് എടുക്കണം. ഇതിന് വേറെ സംവിധാനം ഇവിടെ സർക്കാർ കാണണം. അത്രയേ ഉള്ളൂ.
നിലവിൽ വെള്ളിനേഴി ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർക്കാണ് ഇവിടെയും ചുമതല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് പലപ്പോഴും സേവനം ലഭിക്കാതെ മടങ്ങിപ്പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഒറ്റപ്പാലം ടൗണിൽ കുടുംബശ്രീ അംഗങ്ങളുടെ പൂവിൽപ്പന ഷെഡ് നഗരസഭ ആരോഗ്യ വിഭാഗം പൊളിച്ചു നീക്കി. അനധികൃത കച്ചവടമെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു നടപടിയെന്ന് നഗരസഭ അധികൃതർ. ശലഭം സംഘകൃഷി എന്ന പേരിലാണ് നഗരസഭ 26-ാം വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളായ 4 പേർ കഴിഞ്ഞ ദിവസം മുതൽ ഒറ്റപ്പാലം ടൗണിൽ പൂവിൽപ്പന ആരംഭിച്ചത്. കുടുംബശ്രീ അംഗങ്ങൾ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത പൂക്കളാണ് വിൽപ്പന നടത്തിയിരുന്നത്. വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ താൽക്കാലിക ഷെഡാണ് നഗരസഭ ആരോഗ്യ വിഭാഗം വ്യാഴാഴ്ച രാവിലെ പൊളിച്ചു നീക്കിയത്. അനധികൃതമായ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. എന്നാൽ കുടുംബശ്രീ അംഗങ്ങളുടെ വിൽപ്പന കേന്ദ്രത്തിന്റെ ഷെഡ് പൊളിച്ചുമാറ്റിയത് അനധികൃതമാണെന്ന് തെറ്റിദ്ധരിച്ചാണെന്ന് കൗൺസിലർ സായ് കിരൺ പറഞ്ഞു. ഷെഡ് പൂർവ്വസ്ഥിതിയിലാക്കാനായി നടപടികൾ സ്വീകരിച്ചതായും താൽക്കാലികമായി കച്ചവടം നടത്തുന്നതിന് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയതായും സായ് കിരൺ പറഞ്ഞു. ഈ രാവിലെ ഒറ്റപ്പാലം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഈ വിഷയങ്ങൾ എല്ലാം പരിശോധിച്ചുകൊണ്ട് പൊതു തലത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നീക്കുന്നതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം ടൗണിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കുടുംബശ്രീയുടെ ആണെന്നുണ്ട് അവർക്ക് ശ്രദ്ധയിൽപ്പെടാത്തതിൻ്റെ ഭാഗമായി കൊണ്ട് ഈ കച്ചവടത്തിൻ്റെ ഷെഡ് താൽക്കാലികമായി കുറച്ച് ഭാഗം പൊളിച്ചു നീക്കി. ഇത് ഉടനെ തന്നെ വന്ന് ഇടപെടുകയും ഈ വിഷയം അവർ ധരിപ്പിച്ചുകൊണ്ട് എടുത്തുകൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചുകൊണ്ടെത്തിച്ചിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്ക് താൽക്കാലികമായി കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നഗരസഭയുടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താക്കോല് കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അവർക്ക് ഇവിടെ വെക്കുന്നതിനുള്ള സംവിധാനം നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം കുടുംബശ്രീയുടെ വിൽപ്പന കേന്ദ്രമാണെന്ന് അറിഞ്ഞിട്ടും ഷെഡ് പൊളിച്ചു നീക്കിയ നഗരസഭയുടെ പ്രവൃത്തി പ്രതിഷേധാർഹമാണെന്ന് വാർഡ് കൗൺസിലർ NK ജയരാജൻ പറഞ്ഞു. അവരുടെ തുടർന്ന് നമ്മളെല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്യേണ്ട നഗരസഭയും ബന്ധപ്പെട്ട അധികാരികളും ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളുകളിൽ വീണ്ടും കൃഷി ഇറക്കി ഒരു കൃഷിയിലൊന്നും അവർക്ക് ഇറക്കിയ പൈസ മുതലാവില്ല. 2-3 കൊല്ലം അതിൽ കൃഷി നടത്തിയാൽ മാത്രമാണ് അവരുടെ ആ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ അവർക്ക് ക്ലിയർ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവരെ മുന്നോട്ട് നയിക്കേണ്ട ആളുകൾ തന്നെ പുറകോട്ട് നയിക്കുന്ന രീതിയിലേക്കുള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഏറ്റവും അവസാനം പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല, ഇവരുടെ പൂക്കൃഷിയാണെന്ന് അറിഞ്ഞില്ല, നഗരസഭയുടെ അനുമതി ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞില്ല എന്നൊക്കെയാണ് അത്ര ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ചിലർ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അവർ മറ്റെന്തോ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. ഏതായാലും ആ പൂക്കൃഷി വിളവെടുപ്പ് കഴിഞ്ഞ് നടത്തുന്ന വ്യാപാരം ഇത് അതേ സ്ഥലത്ത് തന്നെ പ്രവർത്തിക്കും. അതിനൊരു മാറ്റവുമില്ല. അതിന് എന്തെല്ലാം ഇടപെടൽ നടത്തേണ്ടി വന്നാലും ശരി, ആ പൊളിച്ച സ്ഥലത്ത് തന്നെ അത് പുനഃസ്ഥാപിച്ച് അവർക്കവിടെ കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നല്ല രീതിയിലുള്ള നടപടികളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഉയരും. ഒന്നര കിലോയോളം കഞ്ചാവുമായി ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവ് പെരിന്തൽമണ്ണ എക്സൈസിന്റെ പിടിയിൽ. എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സുധീഷ് കൃഷ്ണയും സംഘവും ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പെട്രോളിംഗിനിടെ ദുബായ് പടിയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ നിലയിൽ കണ്ട ഉത്തർപ്രദേശ് സ്വദേശി മഖാനെ പുന്യാകുർശി ദുബായ് പടിയിൽ നിന്നാണ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 1.5 കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു. പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സുധീഷ് കൃഷ്ണയും സംഘവും ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്ന ബാഗിൽ നിന്നും കഞ്ചാവിനൊപ്പം തൂക്കാൻ ഉപയോഗിച്ച ത്രാസും 500 രൂപയും കണ്ടെടുത്തു. യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച് പൊന്യാകുർശി, മാനത്തുമംഗലം, പെരിന്തൽമണ്ണ നഗരം എന്നിവിടങ്ങളിലാണ് ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലും വിൽപ്പന നടത്താറുണ്ടെന്ന് പ്രതി സമ്മതിച്ചു. കഞ്ചാവ് ഉറവിടത്തെക്കുറിച്ച് പെരിന്തൽമണ്ണ എക്സൈസ് സംഘം അന്വേഷണം നടത്തിവരികയാണ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിഷ്ണുദാസ്, മുഹമ്മദ് റിയാസ്, സജിൽ കൃഷ്ണ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചെർപ്പുളശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ എക്സ്റേ യൂണിറ്റ് പ്രവർത്തന സജ്ജമായി. പി മമ്മിക്കുട്ടി MLA എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പി മമ്മിക്കുട്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെർപ്പുളശ്ശേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ അത്യാധുനിക രീതിയിലുള്ള എക്സ്റേ യൂണിറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് 30 ലക്ഷം രൂപ നീക്കിവെച്ചത്. ആസ്പത്രി
വികസനത്തിൻ്റെ പാതയിലാണ്. ആശുപത്രിയുടെ പ്രവർത്തനം കൊണ്ട് രോഗികളായ ആളുകൾക്ക് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രൂപത്തിലുള്ള സേവനം ലഭ്യമായി. ചെർപ്പശ്ശേരി ആശുപത്രി ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ പരിപാലന കേന്ദ്രമായി ജനങ്ങൾ അംഗീകരിക്കുകയും ജനങ്ങൾ ഉയർത്തിക്കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് അങ്ങനെ ആശുപത്രിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന നിലക്ക് ആവശ്യമായ രൂപത്തിലുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറെ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു എക്സ്റേ യൂണിറ്റിന് ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം വളരെ ന്യായമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഫണ്ട് നീക്കിവെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഫണ്ട് നീക്കി വെക്കുമ്പോൾ നമ്മൾക്കിപ്പോൾ അതിന്റെ മറ്റു രൂപത്തിലുള്ള സാങ്കേതിക കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. നമ്മൾ MLA ആണെങ്കിലും MP ആണെങ്കിലും ആരുടെയും വികസന ഫണ്ട് നമ്മൾ നീക്കി വെക്കുമ്പോൾ ബാക്കി അതിന്റെ ഇംപ്ലിമെന്റേഷൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റാണ് നടത്തേണ്ടത്. അപ്പൊ അതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, സാങ്കേതികമായ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ വന്നു. അതൊക്കെ തന്നെ അന്നത്തെ കൗൺസിലും പിന്നീട് വന്ന മുനിസിപ്പൽ കൗൺസിലും ഒക്കെ അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നന്നായി നടത്തി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയും. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ U രേഷ്മ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ B അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MR രാജേഷ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സമീജ്, വാർഡ് കൗൺസിലർമാരായ P ശ്രീജ, KM ഇസാഖ്, CA ബക്കർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി MS തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. KSKTU ചെർപ്പളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം യൂണിയൻ ചെർപ്പളശ്ശേരി ഏരിയ സെക്രട്ടറി E വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യക്ഷേമ പെൻഷൻ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്നും പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് ചെർപ്പളശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. ഏരിയ സെക്രട്ടറി E വിനോദ് കുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ കേരളത്തിലെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയ ഗവൺമെന്റിനെ അങ്ങനെ പുറത്താക്കിയിട്ടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാമൻ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പ്രഖ്യാപിച്ച കാര്യം എന്താ? നിങ്ങൾ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിങ്ങൾ ഇനി ഒരു തരത്തിലും ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരിക്കുക. പെൻഷൻ നിങ്ങളുടെ കയ്യിൽ കൊടുന്നു വരും. ഇത് പറഞ്ഞപ്പോ നമുക്കൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായില്ലേ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഈ പിണറായി പറ്റണത് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മളൊക്കെ വിചാരിച്ചതാണ്. പിണറായി പറഞ്ഞു നിങ്ങൾ എവിടെ വെച്ചായിരിക്കും അവിടെ ഇരുന്നാൽ മതി, പെൻഷൻ നിങ്ങളുടെ വീടുകളിൽ കൊടന്ന് എത്തിച്ചു തരും എന്ന് പറഞ്ഞപ്പോ അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരായിരുന്നു നമ്മൾ. പക്ഷെ പിണറായി ചെയ്തതെന്താ? ഈ കേരളത്തിൽ ആയിരക്കണക്കിന് സഹകരണ ബാങ്കുകളുണ്ട്. ആ സഹകരണ ബാങ്കുകൾ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ സേവിക്കുന്നവരാണ്. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം ചന്ദ്രൻ, നഗരസഭ വൈസ് ചെയർമാൻ C ജയകൃഷ്ണൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷമീജ്, ലുക്മാൻ, M സിജു, കൃഷ്ണദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിൽ വിവിധ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. ഒന്നിച്ചോണം വൈബ് ഓണം എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണം പരിപാടികളിൽ കൗൺസിലർമാരും ജീവനക്കാരും തൊഴിലാളികളും പങ്കാളികളായി.
ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരസഭാ കാര്യാലയത്തിൽ ജീവനക്കാരും കൗൺസിലർമാരും ചേർന്ന് മനോഹരമായ പൂക്കളങ്ങൾ തീർത്തു. ജീവനക്കാരുടെയും കൗൺസിലർമാരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. കൗൺസിലർ പച്ചേരി സുബൈറാണ് ഇത്തവണ മാവേലിയായി എത്തിയത്. സുബൈറിന്റെ മാവേലി വേഷം എല്ലാവരിലും ആവേശം പകർന്നു. ഒരു ജാതി മതവും ഇല്ലാതെ ഈ ഓണം എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ മതമൈത്രി തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരാഘോഷം. അത് വലിയ നമ്മളെ കേരളക്കാരെ സംബന്ധിച്ച് ഈ ഓണാഘോഷം എന്ന് പറഞ്ഞത് വലിയൊരു അഭിമാനമാണ്. എല്ലാ രാജ്യത്തും കേരളക്കാർ ഉള്ള ഏത് രാജ്യത്തായാലും ഈ ഓണാഘോഷം അവിടെ എല്ലാം നടക്കുന്നുണ്ട്. അതുതന്നെയാണ് കേരളക്കാരെ ഏറ്റവും വലിയൊരു അഭിമാനം. പെരിന്തൽമണ്ണ നഗരസഭ പറഞ്ഞ ഒരു മതമൈത്രി, ഇവിടെ എല്ലാ ജനങ്ങളും ഒന്നാണ്. ഇവിടെ ഞങ്ങൾ 37 കൗൺസിലർമാരിൽ ഒരു ഭിന്നിപ്പുമില്ല. 37 കൗൺസിലർമാരും എം സക്കീർ പറഞ്ഞ ഒരു ഭരണകക്ഷി എല്ലാമാരും ഒരുമിച്ച് തന്നെ പോണേ. അതിൽ യാതൊരു സംശയമല്ല. ഇവിടെ പ്രതിപക്ഷം വേറെയും ഭരണപക്ഷം വേറെ ആയിട്ടല്ല. ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിൻ്റെ വികസനത്തിന് ഞങ്ങൾ 37 കൗൺസിലർമാരും ഒരുമിച്ച് തുഴയുന്നില്ല കാര്യത്തിൽ യാതൊരു സംശയമില്ല. നഗരസഭാ ഓഫീസിലെ ദൈനംദിന ഫയലുകൾക്കും ഔദ്യോഗിക തിരക്കുകൾക്കുമിടയിൽ കുറച്ചു സമയം ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ജീവനക്കാർക്ക് തികച്ചും ആവേശകരമായ അനുഭവമായി. ഓണാഘോഷ പരിപാടികൾ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മലയാളികൾ ഉണ്ട്. ആ മലയാളികൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്നവരാണ്. അത് ഏത് രാജ്യത്താണെങ്കിലും അവർ മലയാളികളാണെങ്കിൽ ഓണം ആഘോഷിക്കും. അത് നമ്മുടെ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ അതീതമായി, എല്ലാത്തിനും അതീതമായി നമുക്ക് ഈ ഒരു ഓണം എല്ലാവരും ആഘോഷിക്കും. അതുപോലെ തന്നെ ഐക്യത്തോടെയും സഹോദരത്തിൻ്റെയും പിന്നെ സ്നേഹത്തിൻ്റെയും എല്ലാതും നമുക്ക് ചേർത്തിണക്കിക്കൊണ്ട് നമുക്ക് ഈ ഓണാഘോഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും താഴെ നമ്മുടെ സാധാരണ ആളുകളുടെ മുഴുവൻ, ഈ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ആളുകളുടെയും പ്രാഥമികമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കേണ്ട ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെയൊക്കെ മനസ്സൊക്കെ എപ്പോഴും സംഘർഷഭരിതമാവാറുണ്ട്. പല പ്രശ്നങ്ങളിലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു ഓണ വാരം നമുക്ക് സന്തോഷമായി മുമ്പോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ, KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജ്, DCC സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ MM സക്കീർ ഹുസൈൻ, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പ്രൊഫസർ നാലകത്ത് ബഷീർ, പച്ചേരി ഹുസൈന, ഖദീജ തോട്ടശ്ശേരി, അമ്പിളി മനോജ്, ദിനേശ് കണക്കഞ്ചേരി, കൗൺസിലർ വി രാഹുൽ, നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭ എക്കാലത്തും നടത്തുന്നത് പോലെ തന്നെ എല്ലാ ജനവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തവണയും നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടി പങ്കെടുക്കാനെത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കള്ളവും ചതിയുമൊന്നും ഇല്ലാത്ത ഒരു സമൂഹവും നാടും ഒക്കെ നമ്മുടെ നാടുണ്ടായിരുന്നു എന്ന് നമുക്കൊക്കെ സങ്കല്പത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരവസരത്തിലാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത്. ഓണത്തിന്റെ യഥാർത്ഥ സോഷ്യലിസം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന മാവേലിയെ, അല്ലെ, യഥാർത്ഥ സോഷ്യലിസം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന മാവേലിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മളിവിടെ ഓണാഘോഷം നടത്തുന്നത്. ഏറ്റവും നല്ല ഭരണകാലമായിരുന്നു മഹാബലിയുടെ കാലത്ത്. സമൂഹത്തിലുള്ള എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ നമുക്ക് മനോഹരമാക്കാൻ കഴിയണം. അത് ഇത്തരത്തിലുള്ള നമ്മുടെ നഗരസഭകളിലും അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക പഞ്ചായത്തുകളിലുമൊക്കെയാണ് അതിന് തുടക്കം കുറിക്കേണ്ടത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു. സമ്മിശ്ര കൃഷിയിൽ വിജയം കൊയ്ത് യുവ കർഷകൻ. കുമരംപുത്തൂർ വെള്ളപ്പാടം പുല്ലൂന്നി കാട്ടുരായിൽ രോഹിനാണ് കൃഷിയിൽ നാട്ടുകാരെ വിസ്മയിപ്പിക്കുന്നത്. പൂക്കൃഷി മുതൽ മീൻ വളർത്തൽ വരെ ബഹുമുഖ കൃഷിയിലാണ് രോഹിൻ തന്റെ കയ്യൊപ്പ് ചാർത്തുന്നത്. പക്ഷേ രോഹിന്റെ നേട്ടം അധികൃതർ കണ്ടമട്ടേയില്ല. പാലിന്റെ കൃത്യമായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ നമ്മള് സൊസൈറ്റി കൊടുക്കണത് പിന്നെ അക്കൗണ്ടിൽ വരുമ്പോഴേ ഇപ്പോ ചില്ലറ വിൽപ്പനയുണ്ട്. എന്തായാലും സർക്കാർ ശമ്പളത്തിനെക്കാട്ടിലും പൈസ ഉണ്ടാക്കാം. ഒരു സർക്കാർ ജോലിനേക്കാളും പൈസ ഉണ്ടാക്കാൻ കഴിയും. അതിന്റെ പുറത്ത് നമ്മൾ സ്വയം അധ്വാനിക്കണം.
രോഹിന്റെ പ്രായക്കാർ റീലുകളിലും സമൂഹ മാധ്യമങ്ങളിലും സമയം ചിലവഴിക്കുമ്പോൾ തഴക്കം ചെന്ന കർഷകനെ പോലെ കർമ്മനിരതനാണ് രോഹിൻ. രാവിലെ 5 മണിക്ക് തുടങ്ങും രോഹിന്റെ ഒരു ദിവസം. രാവിലെ പശുക്കളെ കറക്കുന്നത് മുതൽ തീറ്റയും വെള്ളവും നൽകലും കുളിപ്പിക്കലും തുടങ്ങി എല്ലാ പണികളും രാവിലെ 8 മണിക്കുള്ളിൽ തീർക്കും. തുടർന്ന് സൊസൈറ്റിയിലും വീടുകളിലും പാലെത്തിക്കും. പിന്നീട് അങ്ങോട്ട് കൃഷിയിടത്തിലാണ് ജോലി. പൂക്കൃഷി, വെണ്ട, വിവിധ ഇനം പയറുകൾ, മത്തൻ, കുക്കുംബർ, കോവൽ, പാവൽ, പച്ചമുളക്, ചീര, കുമ്പളം തുടങ്ങി എല്ലാ ഇനം പച്ചക്കറികളും കൃഷിയിടത്തിലുണ്ട്. ഇവയ്ക്ക് ആവശ്യമായ വളപ്രയോഗവും നനയും കളപറിക്കലും വിളവെടുപ്പുമെല്ലാം രോഹിന്റെ നേതൃത്വത്തിലാണ്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പശുത്തൊഴുത്തിലേക്ക് എത്തും. കറന്നെടുത്ത പാൽ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കണം. ഇതിനിടെ പച്ചക്കറിക്കും പൂക്കൾക്കും ആവശ്യക്കാർ വിളിക്കും, അതും എത്തിച്ചു കൊടുക്കും. പച്ചക്കറി കൃഷിക്ക് പുറമെ തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, ജാതി, വാഴ, ചേമ്പ്, ചേന തുടങ്ങിയ ദീർഘവിളകളുമുണ്ട്. കൂട്ടത്തിൽ ആടും കോഴിയും താറാവും തേനീച്ച വളർത്തലും മത്സ്യകൃഷിയുമുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ രാത്രി 8 മണിവരെ ജോലിയാണ്. +2 പഠനം കഴിഞ്ഞ ശേഷം സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. മറ്റു ജോലികളെക്കുറിച്ച് ഇതുവരെയും ആലോചിച്ചിട്ടില്ല. കർഷകന് ആരുടെ മുമ്പിലും തല കുനിക്കണ്ടല്ലോ എന്നാണ് രോഹിന്റെ പക്ഷം. മാത്രമല്ല, കൃഷിയിടത്തിൽ എത്തുമ്പോൾ ലഭിക്കുന്ന വൈബ് പറഞ്ഞറിയിക്കാനാവില്ല. സർക്കാർ ജോലിക്കാരേക്കാൾ വരുമാനവും കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നും രോഹിൻ പറയുന്നു. ഇഷ്ടത്തിനുള്ള പണിയെടുക്കുക, ആരും ഇടയിൽ വരില്ല. നമ്മളെ സന്തോഷത്തിന് അനുസരിച്ച് പണിയെടുക്കാം. ആരും എന്ത് വൈകി, എന്താ നേരം വൈകി, അങ്ങനെയുള്ള ഒരു ഇതുമില്ല. അതാണ് നമ്മുടെ സന്തോഷം. അപ്പൊ എങ്ങനെയാണ് രാവിലെ ഒരു ജോലികൾ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? ഒരു ദിവസം എങ്ങനെയായിരിക്കും? രാവിലെ ഇപ്പം 5 മണിക്ക് നീക്കും. 5 മണിക്ക് നീച്ച് പശുവിനെ കറക്കും. പശുവിനെ കറന്ന് വെച്ചിട്ട് പുല്ലുണ്ടാക്കും, പുല്ല് കൊടുക്കും. പുല്ല് വെട്ടാൻ പോകും, ഏട്ടനും വരും. എന്നിട്ട് പുല്ല് കൊടുത്തിട്ട് രാവിലെ പിന്നെ പാല് കൊണ്ട് കൊടുക്കും. സൊസൈറ്റി കൂടെ കൊണ്ട് കൊടുക്കും, വീടുകളിലും കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ കൂടെയും കൊണ്ടു കൊടുത്ത് വരും. പൈക്കൊക്കെ വെള്ളം കൊടുക്കും, പുല്ലിട്ട് കൊടുക്കും. പിന്നെ പണി കഴിഞ്ഞാൽ പാല് ഇപ്പോൾ 30-35 ലിറ്ററോളുണ്ട് രാവിലെ. വൈകുന്നേരം ഏകദേശം അത്ര ഉണ്ട്. പിന്നെ ഈ പാൽ ഉൾക്കലൊക്കെ കഴിഞ്ഞിട്ടാണോ പച്ചക്കറി തോട്ടത്തിലേക്ക് 8 മണിയാകുമ്പോഴേക്ക് കഴിയും. എല്ലാ പരിപാടിയും 8 മണിയാകുമ്പോൾ കഴിയും. പിന്നെ പച്ചക്കറി കൃഷിയുടെ പരിപാടിയാണ് അത്. പിന്നെ വൈകുന്നേരം വരെ. പിന്നെ വേറെയുള്ള തോട്ടങ്ങളിലെ പരിപാടി വേറെയുണ്ട്. 2-3 തോട്ടങ്ങൾ നോക്കുന്നുണ്ട്. അതിലുള്ള പരിപാടിയുണ്ട്. ഷീറ്റ് ഉണക്കലും ഇതാക്കലും ഒക്കെ ഉള്ള പരിപാടിയുണ്ട്. അത് പിന്നെ വൈകുന്നേരത്ത് പിന്നെ 4:30 ആകുമ്പോൾ പിന്നെ അടുത്ത കറവ, പുല്ല് കൊടുക്കല്. പരമ്പരാഗത കർഷകനായ പിതാവ് രാധാകൃഷ്ണന്റെ കൃഷി അറിവാണ് രോഹിന്റെ കരുത്ത്. ഹൈബ്രിഡ് തൈകളാണ് നടുന്നത്. ഹൈബ്രിഡിൽ ഉൽപാദനം കൂടുതലാണെങ്കിലും വിത്ത് ലഭിക്കില്ലെന്ന ദോഷമുണ്ടെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. ഉൽപാദനം മാത്രം ലക്ഷ്യം വെച്ച് ഹൈബ്രിഡിന്റെ പിന്നാലെ പോയാൽ പലതിന്റെയും വിത്ത് അറ്റുമോക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷി വകുപ്പും സർക്കാരും കർഷകരോട് കുറച്ചുകൂടി സഹകരണ മനോഭാവം കാണിക്കണം. യഥാർത്ഥ കർഷകരെ വകുപ്പ് പരിഗണിക്കുന്നില്ലെന്നും രാധാകൃഷ്ണൻ പറയുന്നു. ഞാൻ ഒരു അനുഭവം ഉണ്ടായത്, കൃഷിഭവനിൽ 50 സെന്റിന്റെ നികുതി ചീട്ട് കൊണ്ട് പോയ മുളക് തൈ വിതരണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഈ 50 സെന്റ് നടാനുള്ള തൈ തരുമെന്നാണ്. ഈ 50 സെന്റ് പിന്നെ എൻ്റെ നികുതി ചീട്ടോണ്ട് ഞാൻ പോയി ഒരു 10 തൈയും കിട്ടി. എൻ്റെ ഉച്ചവരെയുള്ള പണിയും പോയി. എന്നാൽ ഓട്ടോ വിളിച്ച് പോകണോ ഈ തൈ കൊണ്ടുവരാന്ന് എഴുതിയിട്ട് ഇവരോട് ചോദിച്ചു. അപ്പം അവിടെ പോയിട്ട് വിളിച്ചാൽ മതി പറഞ്ഞു. അതേസമയം കൃഷിയിൽ നാട്ടുകാരുടെ മുഴുവൻ കയ്യടി വാങ്ങിയ രോഹിണിയെ പക്ഷേ കർഷക ദിനത്തിൽ പോലും അധികൃതരാരും കണ്ടില്ല. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഓണം സഹകരണ വിപണി ആരംഭിച്ചു. എടത്തനാട്ടുകരയിൽ നടന്ന വിപണിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ നിർവഹിച്ചു. എടത്തനാട്ടുകര കൂടാതെ അലനല്ലൂർ, കർക്കിടാംകുന്ന്, മാളിക്കുന്ന് എന്നീ ബ്രാഞ്ചുകളിലും വിപണി പ്രവർത്തിക്കും. അരി ഉൾപ്പെടെയുള്ള 18 ഇന സാധനങ്ങൾ റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ സബ്സിഡി നിരക്കിൽ വിപണിയിൽ നിന്നും ലഭിക്കും. 20-ാം തീയതി വ്യാഴാഴ്ച ആരംഭിച്ച വിപണി 25-ാം തീയതി ഉത്രാടം നാൾ വരെ 4 ബ്രാഞ്ചിലും പ്രവർത്തിക്കും. എടത്തനാട്ടുകരയിലെ വിപണി ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ പച്ചക്കറി മാർക്കറ്റും ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. എടത്തനാട്ടുകര, മാളിക്കുന്ന്, അലനല്ലൂര്, കർക്കിടാംകുന്ന് ഉൾപ്പെടെയുള്ള
4 പ്രദേശങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, അലനല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഒരു ഇടപെടലാണ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എല്ലാ ഉത്സവ കാലങ്ങളിലും നമ്മൾ ഇത് നടത്തി വരാറുണ്ട്. ഈ വർഷവും അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നടന്നു വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ പച്ചക്കറി ചന്ത ഉൾപ്പെടെയുള്ള പരിപാടികളും നമ്മളിവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിനകം അതും ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. വൈസ് പ്രസിഡന്റ് വി അബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷനായി. ഓണം ആഘോഷിക്കാൻ ക്ഷേമ പെൻഷൻ വ്യാഴാഴ്ച മുതൽ നൽകി തുടങ്ങിയതായി സെക്രട്ടറി പി ശ്രീനിവാസൻ അറിയിച്ചു. 18ഓളം സാധനങ്ങൾ ഒരു കിറ്റിലാക്കി. ഒരു ഓണം ആഘോഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ട്. അരി, പച്ചരി, ശർക്കര, പഞ്ചസാര, സേമ്യം, പപ്പടം ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അതിലുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന രൂപത്തിലുള്ള ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുവാനുള്ള ഓർഡർ ആയിട്ടുണ്ട്. നമുക്ക് പൈസ കിട്ടിയില്ലെങ്കിലും ബാങ്ക് ഇന്ന് രാവിലെ മുതൽ അത് കൊടുക്കാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മലയാളികളുടെ ഓണം സമൃദ്ധമായിട്ട് ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ഡയറക്ടർമാരായ ടി രാധാകൃഷ്ണൻ, ഷെറീന മുജീബ്, ശ്രീജ, ശ്രീധരൻ, ബിന്ദു, സയ്യിദ്, ബാലചന്ദ്രൻ, ജീവനക്കാരായ അബ്ദുൽ സലീം, പി പ്രജീഷ്, ജയകൃഷ്ണൻ, രാധിക, നജീബ്, രവീന്ദ്രനാഥ്, പ്രമോദ്, രഞ്ജിത്ത്, എം അമീൻ, പൈനാൻ പാലിയേറ്റീവ് പ്രവർത്തകരായ അലി, സക്കീർ, റഹീസ് എടത്തനാട്ടുകര തുടങ്ങിയവർ പങ്കെടുത്തു. അലനല്ലൂർ കോഓപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഓണച്ചന്ത വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി ചന്ത ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ബിൽഡിംഗിലാണ് ചന്ത പ്രവർത്തിക്കുന്നത്. അരി ഉൾപ്പെടെ 19 ഇന സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ചന്തയിൽ ലഭിക്കും. മാർക്കറ്റിൽ 1980 രൂപ വിലയുള്ള കിറ്റ് 1190 രൂപയ്ക്കാണ് റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ അലനല്ലൂർ കോഓപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ നൽകുന്നത്. ചന്തയുടെ ഉദ്ഘാടനം സൊസൈറ്റി പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി നിർവഹിച്ചു. 2000 വില വരുന്ന പൊതുവിപണിയിൽ വില വരുന്ന സാധനങ്ങൾ 1190 രൂപയ്ക്കാണ് 19 ഇനം സാധനങ്ങൾ ഈ ഓണച്ചന്തയിലൂടെ വിപണനം ചെയ്യുന്നത്. ഇപ്പോൾ 13ഓളം ഇനങ്ങൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട്. ആ സബ്സിഡി ഇനങ്ങൾ മുഴുവൻ ഇവിടെ നമുക്ക് വിതരണത്തിനായി ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പല സാധനങ്ങൾക്കും ഇപ്പോൾ പഞ്ചസാരയ്ക്ക് 35 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. പൊതുവിപണിയിൽ 54-56 രൂപ വരെ പഞ്ചസാരയുടെ വില ഉയർന്നിട്ടുണ്ട്. അതേപോലെ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ വൻ വിലക്കുറവിലാണ് നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് ആലായൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയ അമ്പുക്കാട്ട്, അബ്ദു കീടത്ത്, കെ വേണുഗോപാലൻ, കാസിം ആലായൻ, സിദ്ദിഖ് കീടത്ത്, തങ്കച്ചൻ, മണികണ്ഠ രാജീവ്, കളഭം രാധാകൃഷ്ണൻ, മുസ്തഫ, ബീന രാജീവ്, സെക്രട്ടറി പി ടി ശ്രീജിത്ത്, സേബത്തുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. തൃത്താല കൊപ്പത്തിനു സമീപം ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. ആളപായമില്ല. ഒരു ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലെ ചാലിലേക്ക് മറിഞ്ഞു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. പട്ടാമ്പി ഭാഗത്തു നിന്നും കൊപ്പം ഭാഗത്തേക്ക് കരിങ്കൽ കയറ്റി വരികയായിരുന്ന ലോറി തൃത്താല കൊപ്പം എറയൂരിന് സമീപത്ത് വെച്ച് എതിരെ വന്ന മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കരിങ്കൽ കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലെ ചാലിലേക്ക് മറിഞ്ഞു. ഇരുവാഹനങ്ങളിലെയും ഡ്രൈവർമാർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. അപകട സമയത്ത് റോഡിൽ യാത്രക്കാർ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. മറിഞ്ഞ ലോറിയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ലോറിയിലെ കരിങ്കൽ മാറ്റിയാണ് ചാലിൽ നിന്നും ലോറി പൊക്കിയത്. ഏറെ നേരം പാതയിൽ ഗതാഗതക്കുരുക്കിനും ഇത് ഇടവരുത്തി. ചെറുപ്പളശ്ശേരി ഉണർവ് ഡേ കെയർ സെന്ററിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. പൂക്കളവും ഓണസദ്യയും ഒരുക്കിയിരുന്നു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ജീവനക്കാരുടെയും കലാപരിപാടികളും ഉണ്ടായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ടി ജംസിയ, വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ, വാർഡ് കൗൺസിലർമാരായ പി ശ്രീജ, വി പി ഷമീജ്, അജ്മൽ അബ്ബാസ്, മുൻ ചെയർമാൻ പി രാമചന്ദ്രൻ, മോട്ടിവേഷൻ സ്പീക്കർ ഗണേഷ് കൈലാസ്, ചെറുപ്പളശ്ശേരി UAE കൂട്ടായ്മ അംഗങ്ങൾ, മജീഷ്യൻ മുസ്തഫ, ടൗൺ ക്ലബ് അംഗങ്ങൾ, പെൻഷൻകാർ, രക്ഷിതാക്കൾ എന്നിവരും ആഘോഷത്തിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് ഓണപ്പുടവയും സമ്മാനിച്ചു. ഒരു കുത്തിപ്പൂം പരുത്തി മുല്ലേ തേങ്ങാവിൻ മാറിൽ
പെരിന്തൽമണ്ണ നഗരസഭയിൽ ഓണം വിപണി ആരംഭിച്ചു. ജില്ലാ കുടുംബശ്രീ മിഷന്റെയും നഗരസഭാ കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിലാണ് ഓണച്ചന്ത നടക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഓണം വിപണി ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ഹുസൈന നാസർ, നാലകത്ത് ബഷീർ, ഖദീജ തോട്ടശ്ശേരി, അമ്പിളി മനോജ്, CDS ചെയർപേഴ്സൺ ഹനീസ, മെമ്പർ സെക്രട്ടറി ടി രാജീവൻ, നഗരസഭാ കൗൺസിലർമാർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിത്യോപയോഗ സാധനങ്ങളും പച്ചക്കറിയും നഗരസഭയുടെ ഓണവിപണിയിൽ നിന്ന് ലഭിക്കും. ഓണം വിപണി ഓഗസ്റ്റ് 25 വരെ പ്രവർത്തിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ജില്ലാ ആസൂത്രണ സമിതി തെരഞ്ഞെടുപ്പിൽ UDFിലെ 4 കൗൺസിലർമാർ വിട്ടുനിന്നത് വിവാദമാവുന്നു. ലീഗ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടാത്തതിൽ അതൃപ്തി പുകയുന്നു. വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. മുണ്ടൂർ തൂതാപാതയിൽ തിരുവാഴിയോട് വാഹനാപകടം. കണ്ടെയ്നർ ആളുകൾക്കിടയിലേക്ക് പാഞ്ഞുകയറി മറിഞ്ഞ് 2 സ്ത്രീകൾക്കും 2 കുട്ടികൾക്കും പരിക്ക്. ഒറ്റപ്പാലത്ത് സീബ്ര ലൈനിലൂടെ നടന്നു പോകുകയായിരുന്ന 3 വിദ്യാർത്ഥികളെ ഇടിച്ച് ബൈക്ക് നിർത്താതെ പോയി. ഡോക്ടർമാരില്ല. പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രം പൂട്ടിയിട്ട് CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ആശുപത്രിയിൽ ദിവസങ്ങളായി ഡോക്ടർമാർ ഇല്ലാത്ത അവസ്ഥയെന്ന് നേതാക്കൾ. അനധികൃത കച്ചവടമെന്ന് തെറ്റിദ്ധരിച്ച് ഒറ്റപ്പാലത്ത് കുടുംബശ്രീയുടെ പൂവിൽപ്പന ഷെഡ് പൊളിച്ചത് വിവാദമായി. നഗരസഭ ആരോഗ്യ വിഭാഗമാണ് ഷെഡ് പൊളിച്ചത്. പ്രതിഷേധം ഉയർന്നതോടെ താൽക്കാലിക സൗകര്യമൊരുക്കി നഗരസഭ. പെരിന്തൽമണ്ണയിൽ കഞ്ചാവ് വേട്ട. 1.5 കിലോയോളം കഞ്ചാവുമായി ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ദുബായ് പടിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.